അമ്മയുടെ മുഖം കണ്ടാൽ ആർക്കും ദ്രോഹം ചെയ്യാൻ തോന്നില്ല. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. പോരാത്തതിന് പ്രേമിച്ച് വിവാഹം കഴിച്ചവര്. പക്ഷെ അമ്മയുടെ സത്യസന്ധതയ്ക്ക് അച്ഛൻ ഒട്ടും വില കൊടുത്തില്ല. മദ്രാസിൽ ഒരു ചെറിയ ബിൽഡറായി ആരംഭിച്ച അച്ഛൻ ബിസിനസ്സിൽ പടിപടിയായി വളരാൻ തുടങ്ങി. അപ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണ് കടന്നുകൂടി. അച്ഛൻ ചെയ്ത തെറ്റ് കണ്ടതായി പോലും നടിച്ചില്ല. അത് അമ്മയ്ക്ക് പറ്റിയ വലിയ തെറ്റ്. അതിനെ മുതലെടുത്ത് അച്ഛൻ ആ സ്ത്രീയോട് കൂടുതലെടുത്തു. ഒരു ദിവസം അച്ഛൻ വീട്ടിലേക്ക് വന്ന് ആ സ്ത്രീയുടെ അനിയനെ കൊണ്ട് എന്നെ കെട്ടിക്കൂന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വലിയ വഴക്കായി. അച്ഛൻ അടിച്ചു. രാത്രിയിൽ കിടന്നത് അമ്മ. കാലത്ത് എഴുന്നേറ്റതേയില്ല. അമ്മ പോയതിനു ശേഷം അവരുടെ വരുതിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ആ നാട്ടിൽ ഇനി ജീവിക്കണ്ടെന്ന്. സ്വന്തമായി ഒരു ജോലി കണ്ടുപിടിക്കാൻ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു. ബാംഗ്ലൂരിൽ താമസിച്ച് ജോലി അന്വേഷിച്ചു. അന്നേരം എന്നെ തേടിയ ജയരാമൻ വന്നത്. അച്ഛന്റെ പാർട്ട്ണർ. പ്രോപ്പർട്ടി എല്ലാം അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ എനിക്കൊരു പ്രശ്നം വരില്ല എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. പക്ഷെ പോകുമ്പോഴറിയുന്നത് അയാൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാനല്ല, മാരേജ് രജിസ്ട്രേഷൻ ആണെന്ന്. അയാളുടെ അടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ള ചിന്തയായിരുന്നു. അതാ അയാൾ അവിടെ ഇറങ്ങിയപ്പോ നിങ്ങളോട് വണ്ടിയെടുക്കാൻ പറഞ്ഞേ. ഇപ്പൊ ബോംബെയിലുള്ള എന്റെ മുത്തശ്ശിയുടെ അടുത്തേക്കാ പോകുന്നേ. ഏയ് പറടാ. ഏയ് നീ ഓഫീസിലാണോ? പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടടാ. കാറിലിരുന്ന് അവൾ എല്ലാ കഥയും പറഞ്ഞടാ. എന്തൊക്കെയോ പറഞ്ഞു, പ്രശ്നമാ അത് ഇത് എന്നൊക്കെ. ഒന്നും എന്റെ തല കയറിയില്ലടാ. അവൾ അവസാനം ഒരു കാര്യം പറഞ്ഞു. വീട്ടുകാർ ഉറപ്പിച്ച് കല്യാണം വേണ്ടെന്ന് വെച്ച് അവൾ ഓടിപ്പോന്നാന്ന്. അത് കേട്ടപ്പോ സന്തോഷായടാ. എന്റെ റൂട്ട് ക്ലിയർ ആയ പോലെ തോന്നി. ഏയ് ഒരുപാട് സന്തോഷിക്കണ്ട. കല്യാണം വേണ്ടെന്ന് വെച്ച് ഓടി വന്നതല്ലേ. വല്ല ലവോ ഗിവോ വല്ലതും ചിലപ്പോ കാണും. ചോദിക്കൂ. ഒരുത്തന് സന്തോഷമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലല്ലേ? നിന്റെ വായിൽ നല്ലൊന്നും വരില്ലടാ. വിളിക്കാം വെക്ക്. പോകാം. കല്യാണം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ശരി. ലൈഫിൽ വേറെ എന്തെങ്കിലും? എന്താ? ലവ് അങ്ങനെ എന്തെങ്കിലും? ശശി, അങ്ങനെയൊന്നുമില്ല. എന്നാൽ എങ്ങനെയുള്ള ആളായിരിക്കണം എന്റെ ലൈഫ് പാർട്ട്ണർ എന്നതിനെ പറ്റി ഒരു സങ്കല്പമൊക്കെ ഉണ്ട്. എങ്ങനത്തെ ആള്? ഫസ്റ്റ് ജോബ്, അടുത്തത് അതെനിക്ക് കണ്ടാലേ അറിയാം. അതെങ്ങനെയാ കണ്ടാലുടനെ അറിയുന്നത്? അറിയാന്ന് ഇടുന്ന ഡ്രസ്സ്, പറയുന്ന വാക്ക്, ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എല്ലാം മനസ്സിലാവും അയാൾ എങ്ങനെയുള്ള ആളാണെന്ന്. സിമ്പിളായി പറഞ്ഞ ഒരാളുടെ റിംഗ് ടോൺ കേട്ടാൽ പോലും അറിയാം അയാൾ എങ്ങനെയുള്ള ആളായിരിക്കുമെന്ന്. എന്താ കട്ട് ചെയ്തേ? സാരമില്ല, സംസാരിച്ചു. പറയാൻ മാത്രമൊന്നുമില്ല, അതുകൊണ്ട്. എന്തെങ്കിലും കഴിക്കാം. വേണ്ട, വിശപ്പില്ല. വിശപ്പില്ലെങ്കിൽ സാരമില്ല, ചുമ്മാ കമ്പനിക്ക് വേണ്ടി വാ. എന്ത് വേണം സാർ? ഒരു നെയ് റോസ്റ്റ്. ഓക്കെ സാർ. നെയ് റോസ്റ്റില് നെയ്യ് എടുത്ത് കമത്തരുത്. ദോശ വളരെ നന്നായി മൊരിച്ച് ലൈറ്റായിട്ട് നെയ്യ് ഒഴിച്ചാൽ മതി. പിന്നൊരു കാര്യം കൂടി, ദോശ എടുത്ത് മറിച്ചിടാൻ പാടില്ല, ഒരു സൈഡേ വേഗാവും. ഓക്കെ സാർ. മിനി ഇഡ്ഡലി ഉണ്ടോ? ഉണ്ട് സാർ. ഒരു പ്ലേറ്റ്. ഓക്കെ സാർ. ഏയ്, എവിടെ പോകുന്നേ? തൈര് ഇവിടെ ഉണ്ടോ? ഉണ്ട് സാർ. ഒരു പ്ലേറ്റ്. വേറെ എന്ത് വേണം സാർ? അത് മതി. താങ്ക് യു സാർ. ആ, ഒരു മിനറൽ വാട്ടർ. ഓക്കെ സാർ.
തൈര് വട, മിനി ഇഡ്ഡലി, ഓക്കെ, നെയ് റോസ്റ്റ്. ചുമ്മാ ഒരു ഗമയ്ക്ക് പറഞ്ഞതാ വേണ്ടെന്ന്. എന്നാലും ഒന്നുകൂടെ ചോദിക്കരുതായിരുന്നു. ഹലോ, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്തത്. കഴിച്ചോളൂ. നിങ്ങൾ വെറുതെ ഭാഗമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മുഖത്ത് നോക്കി അറിയാം നല്ല വിശപ്പുണ്ടെന്ന്. കഴിക്കേ. വളരെ നന്ദി. അതിന്റെ ഒന്നും ആവശ്യമില്ല, കഴിച്ചാ മതി. പതുക്കെ പതുക്കെ. നിങ്ങൾക്കും എന്തെങ്കിലും കഴിക്കാറുന്നില്ലേ? ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ കഴിച്ചോ. ഹലോ, ഒരു പ്ലെയിൻ ദോശ. വേറെ എന്തേലും? അത് മതി. വിശക്കാതെ തന്നെ ഇങ്ങനെ കഴിക്കുന്നെങ്കിൽ വിശന്ന് കഴിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന ആലോചിക്കായിരുന്നു. കളിയാക്കണ്ട, എല്ലാത്തിനും കണക്ക് വെച്ചോ. സോറി. നിങ്ങൾക്കാ? സാറില്ല, കഴിച്ചോ, മേടിക്കാം. ഇല്ല വേണ്ട, നിങ്ങൾ കഴിച്ചോ. ഷുവർ. What I want to do is just leave the papers at the office and we will try and work it out somewhere else, you know? Yeah. നോക്ക്, നിങ്ങളുടെ ആളിരിക്കുന്നു. Okay, you know what I will do? I will come over there എന്റെ ആളോ? sometime. ആ, നേരത്തെ എന്തൊക്കെ സങ്കല്പമൊക്കെ പറഞ്ഞില്ലേ? എന്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ശരിക്കും അവൻ ഇവനെ പോലെ ഇരിക്കും. കറക്റ്റ് ആണോ? Yeah, 1 minute. ഹലോ, നിങ്ങളുടെ ആളാ ബ്ലോക്ക് ആക്കിയിരിക്കുന്നത്. हाय, क्या है कि मेरी गाड़ी चल नहीं रही है और मेरा ऑफिस हाईवे पर ही है. क्या आप मुझे छोड़ सकते हैं प्लीज? മനസ്സിലായില്ല. അത് പോകുന്ന വഴിക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാന്നാ ചോദിച്ചേ. വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. Oh, thank you. Oh, yeah. Thank you. Hey, nice car. Really nice. Hi, I'm Mahesh Vinayak. And you are? ചാരുലത. Charu, nice name. ചാരു. Coke? So where are you coming from? ബാംഗ്ലൂർ. Bangalore. Okay. And so where are you going? ബോംബെ. Mumbai. I love Mumbai. ഇവനൊരു കുരിശായല്ലോ ദൈവമേ. I was born and brought up there, you know. Always something new about Mumbai. So, what do you do? സെർച്ചിങ് ഫോർ എ ജോബ്. Searching for a job. And what's your educational qualification? BIT. BIT. Hey, I am a BIT. You know what? I work in a company very close by. It is called The Origin. Submit your CV and I'm sure I can get you a job. Hey, what are you doing, man? സ്പീഡ് ബ്രേക്കർ. Speed breaker. Watch the road, man. Hey, what kind of a driver you have? You are a good looking girl. And so ask him to drive very carefully. Hey, so you say you are a BIT pass and older, but you look like sweet 60. Hey, you know what? Guess my age. Come on, guess it. I'm a sweet, handsome, good looking guy. Come on. Hey, what are you doing, man? ഡോഗ്. What dog? നായ വട്ടം ചാടി. Hey, whatever, man. Hey, listen, my life is more important than the dog's life. Be careful. എന്താ ഇങ്ങനെ ഓടിക്കുന്നേ? കുറച്ച് സ്മൂത്ത് ആയിട്ട് ഓടിക്കേ. You should listen to her, okay? That is what I am saying to him. Hey, stop here. Stop, just pull over right. Stop. എത്തിയ Stop ഞാൻ the car, വിചാരിച്ചു കുറെ man. ദൂരം ഉണ്ടാവുന്നു. ഏയ് എന്നാ. Oh, thank you. Excuse me, please shift inside, you know. I just had to sit in the back, you know, because he is such a dangerous driver. Hey, you just drive, you know. I was, come on, don't stare at me. Drive. I am so much safer in the back with you. This driver is so jerky. So what star sign are you?
കേപ്രിക്കോൺ. Capricorn. Even I am a Capricorn. Capricorn and Capricorn. So nice, so nice. What a good match, you know. What a good match, you know. ഇവൻ കുറച്ച് ഓവറാണല്ലോ. Car got break. ഇനി ഇരുത്തി ഇവൻ ജാതകപ്പൊരുത്തം വരെ നോക്കാം. Amazing. ഇവനെ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. Hey, what's going on, man? എന്തു പറ്റി? ആർക്കറിയാം, നോക്കണം. My car got breakdown. Your car got breakdown. Both are Capricorns. ഛെ, Hey, how much time, huh? half an hour. No problem. I will talk to her. You do your work, okay? ഏ? ഓ, ഇവൻ എങ്ങനെ ഒന്ന് ഇറക്കി വിടുന്നു? ഹലോ, Yeah. ഹാഫ് ഡേ. Half day? No, no, Ah. no, 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 no. No. I am very busy, man. No, no. Hey, my car. Call me, okay? Call me. All right. മതിടാ, മതിടാ. Bye. വാടാ, വാടാ, See you, വാ. call me. Bye. എടാ മഹേഷ്, വാട ഇങ്ങോട്ട്. ഏയ് നിർത്ത്, നിർത്ത്. No, no, no. No, no. I know. വാ, വാ, വാ. I won't. നിനക്ക് I ഇതാണ് won't go in കറക്റ്റ്. this. No, no. വാ, കേറ്. Hey, hey. അടുത്ത ജംഗ്ഷനിൽ ഇറക്കി വിട്ടേക്ക്. കേറ്. ഓട്ടെ. ഓക്കെ. No, no. ഹലോ, ഹാഫ് ഡേ ആവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെ സ്റ്റാർട്ടായി? എന്താന്നറിയില്ല, അവൻ ഇറങ്ങിയ ഉടനെ വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ടായി. അവനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലേ? അയ്യോ, മനസ്സിലായത്